ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നല്ല മഴൻ്റെ ഒരു കോളും കൂടിയുണ്ട്. നമുക്ക് ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് വന്നാലോ. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ഒരു നല്ലൊരു തട്ടുകട കണ്ടപ്പോൾ അവിടെ നിർത്തി. നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 4:30-5 മണിയായിട്ടുണ്ട്. 2 അപ്പം പൊള്ളിച്ചതും ഒരു ചിക്കൻ ലെഗ് പീസും വാങ്ങി. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓവർ സ്പൈസി അങ്ങനെയൊന്നും അല്ലാതെ ഒരു നല്ല കണക്കായിട്ടെല്ലാം പാകത്തിന് എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതും അവിടുന്ന് കഴിച്ചു. ഒരു ചായയും കുടിച്ചിട്ട് ആലക്കോട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഷോപ്പിംഗ് ഉണ്ടായതുകൊണ്ട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഷോപ്പിങ്ങിന് തളിപ്പറമ്പിലേക്കാണ് പോകേണ്ടത്. നേരെ അങ്ങോട്ടേക്ക് വിട്ടു. നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല ആകെ മൂടിക്കെട്ടിയുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തളിപ്പറമ്പിലോട്ട് വിട്ടു. ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെബ്രാസിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരു സാധനം വാങ്ങാനുണ്ട്. ജസ്റ്റ് ഒരു സാധനം മാത്രമേ വാങ്ങാനുള്ളൂ. അപ്പോൾ പാർക്കിംഗ് ഉണ്ടോ നോക്കിയിട്ടാണ് പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും സൈഡ് വെച്ച് പെട്ടെന്ന് ഇറങ്ങി വാങ്ങിയിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയി. അപ്പോൾ പാർക്കിംഗ് ഇല്ലായിരുന്നു അവിടെ. നല്ല തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ഡേ ആണല്ലോ ഷോപ്പിങ്ങിനും എല്ലാം വേണ്ടി ഇറങ്ങുന്നൊരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടി യൂ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. യൂ ടേൺ ചെയ്തിട്ട് തിരിച്ച് അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് പെട്ടെന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ, ഒരു സാധനമേ വേണ്ടൂ എന്നുള്ള ഉദ്ദേശത്തിൽ വണ്ടി യൂ ടേൺ ചെയ്തിട്ട് വന്നു. ആ ഒരു ടൈമിലാണ് അവിടെ ആക്സിഡൻറ്റ് കണ്ടത്. 2 കാറ് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്കാണ് ഈ കാണുന്നത്. ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. ഈ വരുന്ന ഫയർഫോഴ്സും ആക്സിഡൻറ്റും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഫയർഫോഴ്സ് എവിടുന്നോ വരുന്നതാണ്. ചെറിയൊരു ആക്സിഡൻറ്റേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നിർത്തി പെട്ടെന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് വരാനുള്ള ഉദ്ദേശത്തിൽ ഹസ്ബൻഡ് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അവിടെ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അതിന് ശേഷം നമ്മൾ ഫാൻസിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഫാൻസി അല്ലെങ്കിൽ ഒരു ഷോപ്പിക്സ് എക്സ്പ്രസ്സിലും കൂടി കയറണം. അങ്ങനെ ഒരു പ്ലാനോടുകൂടിയാണ് പോകുന്നത്. ഈ ആകാശം നോക്കി കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ക്ലൗഡും ഈ ഒരു ലൈറ്റും ആ ഒരു ടൈമും ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടല്ലേ, നല്ലൊരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. അപ്പോൾ ആദ്യം പിന്നെന്താ പറയുക, എല്ലാ ഫാൻസിയും സൺഡേ ആയതുകൊണ്ട് ലീവായിരുന്നു. അപ്പോൾ ഞാൻ കരുതി സെഞ്ചുറീൻ്റെ ഉള്ളിലൊരു ഷൂബിഡു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസി ഉണ്ട്. അപ്പോൾ അതാവുമ്പം അത് ക്ലോസ് ആയിരിക്കില്ല. കാരണം നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ടെക്സ്റ്റൈൽസ് ക്ലോസ് ചെയ്യുന്ന ടൈമിലായിരിക്കും ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഷൂബിഡുവിൽ കയറി. എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ളത്. പിന്നെ ഫാൻസി മേക്കപ്പ് ഐറ്റംസ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. എനിക്ക് ആവശ്യമുള്ളത് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി. അപ്പോഴാണ് ബേബി ഈ വാച്ചിൻ്റെ സെക്ഷൻ കണ്ടത്. അപ്പോൾ അത് കണ്ടതോടെ തന്നെ അവൾ ഭയങ്കരമായിട്ട് അത് വേണമെന്നുള്ള വാശിയിലായി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു വാച്ച് വാങ്ങിക്കൊടുത്തു. കാരണം കുട്ടികൾ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് എൻ്റെ മോൾക്ക് വാങ്ങിയ വാച്ച്. നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവൾ തന്നെ സെലക്ട് ചെയ്ത്, അവൾ തന്നെ വാശി പിടിച്ച് അവൾ തന്നെ സെലക്ട് ചെയ്തതാണ്. അവൾക്ക് ഇഷ്ടമായി. കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പൊതുവേ അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇനി ഷോപ്പിക്സ് എക്സ്പ്രസ്സിലോട്ട് പോയി. അവിടുന്ന് കുറച്ച് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു.
അത്യാവശ്യ സാധനങ്ങൾ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിക്സിലോട്ട് പോയി. അധികം ഞാൻ ഇവിടെ തന്നെയാണ് എന്താ പറയുക നമുക്ക് വേണ്ട അല്ലറ ചില്ലറ പർച്ചേസൊക്കെ ചെയ്യാറ്. കാരണം എനിക്കിവിടെ ഷോപ്പിംഗ് കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമ്മൾ വന്ന് പരിചയമാകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും എവിടെയാണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ തന്നെ കയറാറ്. കാരണം എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടി ഈസി. കുറച്ച് സ്പ്രേ വാങ്ങാനുണ്ടായിരുന്നു, കുറച്ച് അങ്ങനെയുള്ള സ്മെല്ലുള്ള ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. എനിക്ക് ഈ സ്മെല്ലുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ക്രേസുള്ള ഒരാളാണ്. എന്ത് സ്മെല്ലുള്ളത് കണ്ടാലും നല്ലൊരു ക്യൂട്ട് സ്മെല്ലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം സോപ്പ് എടുത്തു, വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ ഉള്ളത് സോപ്പ് എടുത്തു. നല്ല സ്മെല്ലുള്ളത് നോക്കിയിട്ട് തന്നെ ഞാൻ എടുത്തു. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തു. ഇറങ്ങി. അതിന് ശേഷം നമുക്കിനി ഫുഡ് കഴിക്കണം. കാരണം ഹസ്ബൻഡ് അവരൊന്നും നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വിശപ്പായി. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറം തന്നെയുള്ള കാസാറാസയിൽ കയറി. പക്ഷെ എന്താ പറയുക, കാസാറാസയിൽ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരുന്നു. കാരണം റൈസ് ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അൽഫാം കുബൂസ് പോലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേണ്ടാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മളവിടുന്ന് ഇറങ്ങി MRIയിലേക്ക് വിട്ടു. MRIയിലേക്ക് ചെറിയ പ്രതീക്ഷയിൽ വിട്ടതാണ്. കാരണം അവിടെ പോയി നോക്കിയപ്പം ഒരു നീണ്ട ക്യൂ തന്നെയുണ്ട്. അപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫയറൂസിൻ്റെ തട്ടുകടയിൽ വന്നു. അവിടെ ചൈനീസ് ഫുഡ്, ചെഫ് ലീവ് ആയതുകൊണ്ട് ഫ്രൈ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് മാത്രം കഴിച്ചു. ഞാൻ തൊട്ടിപ്പുറത്തുള്ള എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയാം, T24 കയറി. എന്താ പറയുക, എപ്പോഴും ഫുഡിൽ എനിക്ക് പറ്റുന്നത് തെറ്റ് തന്നെയാണിത്. അവിടുന്ന് തന്നെ കഴിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അവിടുന്ന് ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത്. അതിന് മുന്നേ കുട്ടിക്ക് ബേബിക്ക് ഐസ്ക്രീം വേണമെന്നുകൊണ്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അതിനുശേഷം ഞാൻ വാങ്ങിയത് അപ്പം പൊളിച്ചതും ചിക്കൻ ഡ്രൈ ഫ്രൈയും ആണ്. പക്ഷെ എന്താ പറയുക, എനിക്ക് അപ്പം പൊളിച്ചത് മൊത്തം എനിക്കെന്തോ പഞ്ചസാര ഇട്ട് കൂട്ടി ഒരു സ്വീറ്റായിട്ടുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര സ്വീറ്റായിരുന്നു അത്. ഫുള്ളായിട്ട് എന്താ പറയുക മധുരം പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഡ്രൈ ഫ്രൈ കുഴപ്പമില്ല. പിന്നെ പിന്നെ ഈ ചില്ലി സോഡ എന്ന് പറയുന്നത് അതും മധുരമായിരുന്നു. എനിക്ക് ഒട്ടും പിടിച്ചില്ല എന്ന് പറയുന്നത്. കഴിച്ച പോലെ ആക്കി, എന്താ പറയുക, കളയാനും പറ്റില്ല. അങ്ങനെയായിട്ട് എങ്ങനെയൊക്കെയോ മനസ്സിൽ പിടിക്കാതെ കഴിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കഴിച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറയുകയും ചെയ്തു സ്വീറ്റാണ്, അതുകൊണ്ട് ഇഷ്ടമായില്ല എന്നും പറഞ്ഞു. കാരണം അവർക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ വീട്ടിൽ പോയി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.